Take the Gadi. Take the Gadi. Tell to take the Gadi forward. Back it go over on the railing. I have a border. I think I want to condone. On the video, on the Rama. Ella, Todangala. Add the Velododi. Or shit it is of the Vigida. Welcome to come on me. Tavasalo, Sukaprado. Hi, hello, welcome to 90s Yard. So, ഞാൻ ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് കാണാം with a very brilliant Shine Tom Chaco. So, ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നൈറ്റ് ഡ്രൈവ് വിത്ത് ഷൈൻ ടോം ചാക്കോ. ചേട്ടാ, അപ്പോൾ വെൽക്കം ടു 90s Yard. Thank you. Welcome to my car. Thank you so much. I'm so happy. I'm so happy actually today. So, happy birthday ആണോന്ന്? വേറെ കാര്യം ചോദിച്ചോട്ടെ? Yeah, ചോദിച്ചോളൂ. നമ്മൾ യോഗയൊക്കെ ചെയ്തില്ലേ? യോഗ ഗിവ്സ് വെരി സൂത്തനിങ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് തരും. സോ ഈ ഡ്രൈവിംഗ് ഇപ്പം നമ്മൾ കാറിലായതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുക, ഒരു മെഡിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡ്രൈവിംഗ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കൈയും പിടിച്ചിരുന്നു കഴിഞ്ഞാൽ വണ്ടി ഓടുവോ? ഇല്ലല്ലോ. നോ. മെഡിറ്റേറ്റിംഗ് മീൻസ് വാട്ട്? എല്ലാത്തിനും ഓരോരോ രീതിയിലുള്ള മെഡിറ്റേഷൻ. പാചകം ചെയ്യുമ്പോൾ ഒരു മെഡിറ്റേഷൻ ആണ് അല്ലേ? അതിന് കൈ പിടിച്ചിങ്ങനെ കണ്ണടച്ചിരുന്ന വരുമോ പാചകം? ഫുഡ് വരില്ലല്ലോ. അല്ല, അങ്ങനെയല്ല. ഇപ്പം ചിലർക്ക് ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നൈറ്റ് ഡ്രൈവ് വിത്ത് ഷൈൻ ടോം ചാക്കോ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ചിലവർക്ക് ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു റിലാക്സേഷൻ തരും. ഇനി അങ്ങനെ ഡ്രൈവിംഗ് ചെയ്യുന്നവരോട് ഇരിക്കുമ്പോൾ നമുക്കും ഭയങ്കര റിലാക്സിങ് ആയിരിക്കും. സോ അതിനെ പറ്റി ഞാൻ ചോദിക്കുന്നത്, ചേട്ടൻ ഇപ്പൊ ഷൂണിന് പോകുമ്പോഴോ ഒക്കെ ഡു യു എൻജോയ് ഡ്രൈവിംഗ്? കൂടെ ഇരിക്കുന്നവർ തീരെ എൻജോയ് ചെയ്യാറില്ല. വൈ? അവർക്ക് അത്ര അങ്ങയുടെ മെഡിറ്റേഷൻ, എന്റെ ഡ്രൈവിംഗിന് അത്ര മെഡിറ്റേഷൻ കിട്ടാറില്ല. കാരണം പണ്ട് നമ്മളൊരു കഥ കേട്ടിട്ടുണ്ട്. എന്ത്, പള്ളിയിലച്ഛൻ എല്ലാ കുർബാനയ്ക്കും പ്രസംഗിക്കും, വാദോരാതെ 1.5 മണിക്കൂർ എല്ലാവരും ഉറക്കത്തിലായിരിക്കും. Because it's boring. അപ്പൊ അച്ഛൻ സ്വാഭാവികമായിട്ടും എങ്ങോട്ട് പോയി? മരിച്ചപ്പോ നരകത്തിലേക്ക് പോയി. പക്ഷെ ഒരു കള്ളു കുടിച്ച് താടി നടക്കുന്ന ഒരു ഡ്രൈവർ, അയാളുടെ ബസ്സിൽ വന്ന് കയറുന്നവരൊക്കെ ഈശോയേ 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 എന്ന് വിളിച്ചോണ്ടിരിക്കും. അപ്പൊ ഈശ്വരൻ, നല്ല മനുഷ്യൻ, എന്നെ അവര് വിട്ടുള്ളവര് വിളിപ്പിക്കാൻ കാരണക്കാരനായി ഇവന് സ്വർഗത്തിലേക്ക്. അങ്ങനെ ആ ഡ്രൈവർ മരിച്ചപ്പോ സ്വർഗത്തിലേക്ക് പോയത്. ആ കഥ കേട്ടിട്ടുണ്ടോ? ജോകുട്ടാ. അപ്പൊ ഇതിലെ ബ്രദേഴ്സും പുറകിലുണ്ട് കേട്ടോ. ബ്രദേഴ്സ് പുറകില്, യങ്ങർ ബ്രദേഴ്സാ. എൽഡർ ബ്രദേഴ്സ് ആണെങ്കിൽ മുന്നിലായേനെ. അപ്പോ അച്ഛനേക്കാൾ നല്ലതാരാ? ഡ്രൈവറാണോ? അല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. That is only story. There is heaven and hell എന്ന് പറയുന്ന സാധനം ഒന്നുമില്ലാത്ത ഒരിടത്തേക്കാണ്. അങ്ങനെ ഒരു ഇടമേ ഇല്ല. അങ്ങനെ ഒരു ഇടമില്ലാത്തിടം, ആകാശവും ഭൂമിയും ഇല്ലാത്തൊരിടം, ആകാശവും ഭൂമിയുമില്ല, ആകാശവും ഭൂമിയും ഇല്ലാത്തൊരിടം. ഓക്കെ, നമ്മളിപ്പം ചേട്ട മൂവി റീസൺ മൂവിയിലേക്ക് പോവാം. റീസൺ മൂവി ഈസ് ഡൊമിനിക്. സോ ഡൊമിനിക്കിനെ പറ്റി പറയൂ ചേട്ടാ. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ആക്ച്വലി ചേട്ടൻ ചോദിച്ചിരുന്നോ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് എന്തുകൊണ്ടാ പേരിട്ടേന്ന്? ഞാൻ ചോദിച്ചിട്ടില്ല. എന്താ കാര്യം? ഞാൻ എന്തുകൊണ്ടാണ് ഷൈൻ എന്ന് എനിക്ക് പേരിട്ടതെന്ന് വരെ ചോദിച്ചിട്ടില്ല. ഓരോന്നിനും ഓരോ പേരുണ്ട്. ഇപ്പൊ സിംഹത്തിന്റെ പേര് സിംഹം എന്ന് സിംഹത്തിനോട് ചോദിച്ചിട്ടുണ്ടോ? ആനയുടെ പേര് ആന എന്ന് നമ്മൾ ആനയോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ ഇവരൊക്കെ വിളിക്കുന്നു? എന്താ ഉറപ്പ് ഇത് സിംഹമാണെന്നും ആനയാണോ? നമ്മൾ ഷൈനാണെന്നും നിശാന്തിനിയാണെന്നും? നിശാന്തിനി അല്ല. സോ ജനിക്കുന്ന സമയത്ത് അതിനൊരു പേരുണ്ടാവും. അത് അവര് ജനിപ്പിക്കുന്നവരോ ചുറ്റുമുള്ളവരോ മുന്നേ ഉള്ളവരോ ഒരു പേരിടും അല്ലേ? അതാണ് അതിന്റെ പേര്. താൻ ചോദിച്ചിട്ടുണ്ടോ? ഞാനല്ല, നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ. നമ്മൾ ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാറില്ല. ആൾക്കാരെ ചോദിച്ച് വലയ്ക്കാറുമില്ല. നിങ്ങൾ ചോദിച്ചോ ഗൗതം വാസുദേവൻ നായർ അല്ലെങ്കിൽ മേനോന്റെ അടുത്ത്, സാറിന്റെ അടുത്ത്, ഗൗതം സാറിന്റെ അടുത്ത് ചോദിച്ചോ എന്തിനാണ് അങ്ങനെ ഒരു പേരിട്ടത്? നിങ്ങൾ പടം കണ്ടാണോ?
ചേട്ടാ അത് ഇതില് പറയില്ലേ, പടം കണ്ടിട്ടില്ല. പടം കണ്ടിട്ടില്ല അല്ലേ? ഇവരൊന്നും പടം കാണാതെ പടം ചോദിക്കണോ? ചേട്ടൻ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ കഴിക്കും? ഞാൻ സ്ട്രീറ്റ് ഫുഡ് കഴിക്കില്ല. സ്ട്രീറ്റിലൂടെ പോണ സമയത്ത് സ്ട്രീറ്റ് ഫുഡ് അല്ലാതെ കാട്ടിലെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതില്ല, നമ്മളല്ലേ കഴിക്കുള്ളൂ. ഷൈൻ ചേട്ടന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഞാൻ അത് കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മള് വാക്സിനേഷൻ എടുക്കുന്ന സമയം കോവിഡിന്റെ ടൈമില് വാക്സിനേഷൻ എടുക്കാൻ വന്നിരുന്നു, ഒരു കാവ്യമുണ്ട കൊടുത്തിട്ട്. അന്ന് ഞാൻ കണ്ട ഷൈൻ ചേട്ടൻ വാസ് ടോക്കിംഗ് ലൈക്ക് ഒരു നോർമൽ കോൺവെർസേഷൻ. ബട്ട് ദെൻ ആഫ്റ്റർ മെനി ഇയേഴ്സ്, അത് കഴിഞ്ഞിട്ട് 2019-20 ആ സമയത്തല്ലേ കോവിഡ്, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്ര 2025 ആയി. ആഫ്റ്റർ സം ഇയേഴ്സ് ഐ സോ ദാറ്റ് യു ആർ ഇൻ അനദർ ഹൈ എനർജി ലെവൽ. അങ്ങനെ കൂടിയിട്ട് എനിക്ക് അങ്ങനത്തെ ഷൈൻ ചേട്ടനെ കാണാൻ പറ്റും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു പിരിപിരിപ്പൻ സ്വഭാവം, ലൈക്ക് ഹൈപ്പർ ആക്റ്റീവ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ യു വെരി ഫുൾ ഓഫ് എനർജിയാണ്. അതായത് ഇപ്പൊ സിനിമ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും തുടരെ സിനിമകൾ ചെയ്യുന്നു, പ്രസ് മീറ്റിൽ വന്നിരിക്കുമ്പോഴാണെങ്കിലും, ഇനി ആൾക്കാർ സെൽഫി എടുക്കാൻ വന്ന് ആ സെൽഫിയുടെ കാര്യം ചോദിക്കുമ്പോൾ ഒരു മടുപ്പും കാണിക്കാറില്ല, ഫുൾ എനർജിയാണ്. സോ വാട്ട് ഈസ് ദാറ്റ് ചേഞ്ച് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ജനിച്ച സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും? ജനിച്ച സമയത്ത് നമ്മൾ അനങ്ങാതൊക്കെ എടുക്കല്ലേ, അതേപോലെയാണ് ഒരു 20 വയസ്സില്? അതില്ല. ജനിച്ച സമയത്ത് സംസാരിക്കുന്ന പോലെയാണ് 20 വയസ്സില്? അതില്ല. ജനിച്ച സമയത്ത് ഭക്ഷണം കഴിക്കണ പോലെയാണ് 20 വയസ്സില്? അതില്ല. അപ്പൊ വ്യത്യാസം വന്നുകൊണ്ടിരിക്കില്ലേ എല്ലാത്തിലും? ഇനി അതേപോലെയാണ് ഇനി 100 വയസ്സില്? അതില്ല. So it will change. Up, downs, എല്ലാത്തിലും ഉണ്ടാവില്ലേ? പിന്നെ നമ്മളൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളുടെ ഏറ്റവും പീക്ക് ടൈം എന്ന് പറയുന്നത് ഒരു 30 മുതൽ ഒരു 50 വരെ 62 ആകുമ്പോ റിട്ടയർ ആവൂലേ? ഒരു ആക്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത് അതാ. പിന്നെ റിട്ടയർമെന്റ് അല്ലേ? അതെ. അപ്പൊ ഈ സമയത്തുള്ള ഈ കാലഘട്ടത്തിലുള്ള ആളുകളാണ് ഭൂമിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഭൂമിക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ പോയവർക്ക് റെസ്റ്റ് കൊടുക്കുന്നു, പിന്നാലെ വരുന്നവർക്ക് വേണ്ടി എന്താ അവരെ സപ്പോർട്ട് ചെയ്യാനും കൂടി വർക്ക് ചെയ്യേണ്ട കാലം, വർക്ക് ചെയ്യേണ്ട സമയം, വർക്ക് ചെയ്യേണ്ട വയസ്സ് അല്ലേ? ആ സമയത്ത് നമ്മൾ ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കണം. അതിപ്പോ നമ്മൾ 1 വയസ്സിലാണെങ്കിലും അറിയില്ല, 100 വയസ്സിലാണെങ്കിലും 50 വയസ്സിലാണെങ്കിലും അങ്ങനെ തന്നെ എൻജോയ് അല്ല, ജസ്റ്റ് ഗോ. ഇപ്പൊ നമ്മളിപ്പോ ഒന്നില്ല, ഇപ്പൊ നമ്മളൊന്നും ഇതൊന്നും തീരുമാനിക്കാതെ ഇപ്പൊ ഇവിടെ എത്തിയേ. ഉറപ്പായിട്ടും നമ്മൾ പ്ലാൻഡ് അല്ലായിരുന്നു. പ്ലാൻഡ് എന്താ, പക്ഷെ പ്ലാൻ ഉണ്ട്, ഇന്റർവ്യൂ എടുക്കണം എന്നുള്ളത് അത് കിടക്കുന്നുണ്ടല്ലോ. അതെങ്ങനെ എപ്പോ എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെയാണ്. അപ്പൊ പ്ലാൻ ഉണ്ടായിരിക്കുക, ഒന്നുമില്ലാതെ വെറുതെ രാവിലെ എഴുന്നേറ്റ് ഇന്ന് വഴക്കത്ത് നിന്നിട്ട് വെറുതെ കമന്റ് അടിച്ചിട്ട് കാര്യമില്ല. കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ കൊക്കന്മാരും കീക്കന്മാരും പീപ്പന്മാരൊക്കെ ഇല്ലേ? അതായത് എന്ത്, ഇപ്പൊ അവർക്കും ഒരു അഭിപ്രായം പറയാനായിട്ടെങ്കിലും അത്രയും മോശപ്പടം ഉപകരിച്ചല്ലോ അല്ലേ? മനസ്സിലായി. അതായത് ഒപ്പീനിയൻ പറയാനായിട്ടാണെങ്കിലും അവിടെ പണി നടക്കുന്നുണ്ടല്ലോ, ഒരു സാധനം മോശമായി അല്ലെങ്കിൽ നല്ലതായി, ഇത് രണ്ടിനും അത് ഉണ്ടാക്കണല്ലോ. അത് ഉണ്ടാക്കുന്നത് ഒരു പണിയാണോ? ഇനിയിപ്പോ അത് നന്നായില്ല, വളരെ മോശമായി, അപ്പൊ മോശം പറഞ്ഞ് അവന് റേറ്റ് കൂട്ടാനും വ്യൂസ് കൂട്ടാനാണെങ്കിലും അത് ഉപകരിച്ചല്ലോ. വെറുതെ ഇരുന്ന് അതിന് കുറ്റം പറയുന്നവനാണോ കുറ്റക്കാരൻ, അല്ലാതെ പണിയെടുക്കുന്നവനാണോ വെറുതെ ഇരുന്ന് കുറ്റം പറയുന്ന? ഇതിപ്പോ നമ്മള് കള്ളു പിടിച്ച ആള് ബോധമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയില്ലേ, നമുക്ക് അറിയണതല്ലേ? അപ്പൊ അവന് വീഡിയോ എടുത്തിട്ട് അത് പ്രദർശിപ്പിച്ച് അതിനെ പറ്റി ചർച്ച ചെയ്യുന്നതാണോ കുറ്റം? അയാള് വെള്ളമടിച്ചതാണോ കുറ്റം? പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ ആരാ ചെയ്യണം? പിന്നെ അതിനെ കുറച്ചൊരു അന്ത്യചർച്ച, വെള്ളം അടിച്ചാൽ വിറ്റാവും, ബോധമില്ലാതെ വിളിച്ചു പറയുന്ന നമ്മൾ ഏത് കാലം മുതലും അറിയാം. നമ്മുടെ അപ്പാപ്പന്മാരെ മുതൽ അത് തന്നെയല്ലേ നടക്കുന്നത്, ഇപ്പോഴും നടക്കുന്നത്. നമ്മളിപ്പം ആശീർവാദ് മൂവീസിന്റെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തല്ലോ, 25th ആനിവേഴ്സറി. അപ്പൊ ഷൈൻ ചേട്ടൻ അതിൽ അറ്റൻഡ് ചെയ്തു. ഭയങ്കരമായിട്ടുള്ള ആരാധന, മീഡിയക്കാരാണ് അവിടെ നിൽക്കുന്നത് കൂടുതലും. എനിക്ക് തോന്നുന്നത് പുറത്തുനിന്ന് വന്നവർ കുറവാണ്. അപ്പോൾ ആ ഒരു താരം
കേറുമ്പോഴും ഇറങ്ങുമ്പോഴും ഞാൻ കേട്ടത് കൂവുന്നതാ കേട്ടത്. കൂവണതോ? കൂവുന്നതും ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നതാണ് ഞാൻ കേട്ടത്. അത് ആ ഒരു ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ എപ്പോഴെങ്കിലും ഷൈൻ ചേട്ടന് അതൊരു ശല്യമായിട്ടോ അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അങ്ങനെ ഞാൻ അവിടെ നിക്കാത്തതും അവിടെ അധികം നിന്ന് അത് പ്രോത്സാഹിപ്പിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പരിപാടിയല്ല. മനസ്സിലായി. നമ്മുടെ പരിപാടിയാണെങ്കിൽ ഞാൻ അതോ അവരെല്ലാവർക്കും ഫോട്ടോ എടുത്തിട്ട് അവരൊക്കെ പോയി ഞാൻ പോവുള്ളൂ. അവിടെ ഇപ്പൊ ആഘോഷിക്കേണ്ടതും ആഘോഷിക്കപ്പെടേണ്ടതും അവരാണ്. അവിടെ അവര് വരേണ്ട സമയത്ത് നമ്മൾ ഇരുന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ആഘോഷിക്കപ്പെടുന്നതും കാണിക്കുന്നത് ശരിയല്ല. കാരണം കല്യാണച്ചക്കനും കല്യാണപ്പെണ്ണും ഇല്ലേ, അന്ന് വേറൊരാള് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് ആലോചിച്ചു. അന്ന് അവിടെ ആരാണ് കൂടുതൽ ഫോട്ടോയിൽ പെടേണ്ടതും ഫോട്ടോ എടുക്കേണ്ടതും ആഘോഷിക്കപ്പെടേണ്ടതും? ആരാ? അവരല്ലേ? നമ്മളവിടെ നിന്ന് അധികം നമ്മളവിടെ വന്നു സൈഡിൽ കൂടെ പോണം. ടൈം ആ സമയം അവർക്കുള്ളതാണ്. അവിടെ നമ്മൾ അവിടെ നിന്നിട്ട് അധികം വെറുതെ വായത്തോളം ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും പറയും. പക്ഷെ അത് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ പരിപാടികളാണ്. ഇതിപ്പോ അവിടെ അതിനും വലിയൊരു പരിപാടികൾ നടക്കുന്നു. അപ്പൊ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യണം. അവരുടെ സമയമാണ്. അപ്പൊ അവരാണ് ആഘോഷിക്കുന്നത്. ഇന്റൻഷനലി ചേട്ടൻ മാറിയതാണ്. അല്ലാതെ പിന്നെ എങ്ങനെയാ? വേറെ ആൾക്കാരെ കല്യാണത്തിന് വന്നിട്ട് നമ്മള് കല്യാണച്ചക്കനെക്കാട്ടും കല്യാണ പെണ്ണിനാടും കൂടുതൽ ഫോട്ടോ വന്നിട്ട് കാര്യമില്ലല്ലോ. സൈഡിൽ കൂടെ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ബിക്കോസ് ആ ഒരു ഒച്ചയും ബഹളം വന്നപ്പോ പയ്യെ ലൈക്ക് യു ആർ സേവിങ് അല്ലേ. ബട്ട് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഷൈൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ, ഒരു ആക്ടറിനെ. അത് ഉറപ്പായിട്ടും ഇഷ്ടമാണ്. മേ ബി സിനിമ കണ്ടിട്ടും പിന്നെ ഉറപ്പായിട്ടും ഇപ്പൊ ചേട്ടന്റെ സിസ്റ്ററിന്റെ മാരേജിന് വന്നപ്പോഴാണെങ്കിലും നമ്മൾ കണ്ടു ഒരാളോട് പോലും മുഖം കറുത്തിട്ട് ലൈക്ക് അത്രയും അങ്ങനെയല്ല, ഒരാളോട് പോലും ഒരു ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അല്ല, സിസ്റ്ററിന്റെ കല്യാണത്തിന് വന്നു. ചേട്ടന്റേതായ തിരക്കുകളിലാണല്ലോ, റിലേറ്റീവ്സിന്റെ കൂടെ, നിയർ ആൻഡ് ഡിയർ വൺസിന്റെ കൂടെ ഒക്കെയാണ്. അപ്പോഴും ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ക്രൗഡ് അവിടെ വന്നു. പെരുന്നാളുണ്ടല്ലോ, ഇന്നലെ എത്തേണ്ട പെരുന്നാളായിരുന്നു. പെരുന്നാളും കഴിഞ്ഞ് കൊടിയേറ്റം കഴിയുമ്പോഴേക്കും അവിടെ ഇന്ന് പെരുന്നാളാണോ? ഇന്നലെ മുതൽ പെരുന്നാളായിരുന്നു. ഇന്നിപ്പോ പെരുന്നാൾ തീർന്നുണ്ടാവും. എന്നാലും കൊടി ഇറക്കിയിട്ടുണ്ടാവില്ല അല്ലേ? പക്ഷെ ലൈറ്റ്, പള്ളിയിൽ ലൈറ്റ് ഒക്കെ ഉണ്ടാവില്ലേ? ഇനിയിപ്പം അപ്പൊ നമ്മുടെ ആള് ഒത്തിരിണ്ട്. അഖിൽ അബ്ദുൽ ഖാദർ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് സീരിയസ് കോൺവെർസേഷനിലേക്ക് പോയി. അതുകൊണ്ട് ഷൈൻചാനോട് ഇനി ബാക്ക് ടു ഇതിലേക്ക് പോവാം. ഷൈൻചാന്റെ കാർ കളക്ഷൻസ് അതിനെ പറ്റിയൊക്കെ പറയോ? അങ്ങനെയല്ല, അല്ല, ഓടിച്ചു പോകുന്ന കാറുകളുടെ കളക്ഷൻ. ഈ കിയ എന്ന് പറയുന്ന വണ്ടി ഉണ്ടെന്ന് തന്നെ ജോഗുട്ട പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ചേട്ടനുണ്ടെന്നാ? അല്ല, ഇങ്ങനത്തെ ഒരു വണ്ടി ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടെന്ന്. ആദ്യം വാങ്ങിയ വണ്ടി വാഗനർ. അതിപ്പോ ആദ്യമായിട്ടൊരു വണ്ടി എടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഏതാ നമ്മൾ കൂടുതൽ റോട്ടിൽ കണ്ടുള്ള ആ വാഗനർ, അന്ന് വാഗനർ എടുക്കാം. അല്ലാതെ വണ്ടിനെ കുറിച്ച്. പിന്നെ കൊറോണയുടെ സമയത്ത് ഒരു വണ്ടി എടുക്കണം എല്ലാവരും കൂടി. ഇപ്പൊ പെങ്ങളും കുട്ടികളൊക്കെ വരുമ്പോ എല്ലാവരും കൂടി ഇരുന്ന് പോകാൻ. അപ്പോഴാണ് ജോഗുട്ടൻ പറഞ്ഞത്. അപ്പൊ അതുവരെ നമ്മള് ഇന്നോവ അല്ല അങ്ങനത്തെ ഒരു വണ്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കിയാന്ന് പറഞ്ഞൊരു വണ്ടി. കിയ കാർണിവൽ എന്നപ്പോ കിയ കാർണിവൽ എടുക്കണം. അല്ലാതെ വണ്ടി കളക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. ഉള്ള കളക്ഷൻ വേറെ ഉണ്ടായിരുന്നു. മറ്റേ തീപ്പെട്ടിക്കൂട് കളക്ഷൻ, സ്റ്റിക്കർ കളക്ഷൻ, കളക്ഷൻ, പിന്നെ വേറെ കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കളക്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, നെറ്റിലേ ഉണ്ട് അതൊക്കെ. ഒരു മോർ ദാൻ 10 ഇയേഴ്സോളം ഷൈൻ ചേട്ടൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. 2002 മുതൽ 2011 വരെ. അപ്പൊ ഒരു കമൽ സാറിന്റെ അസോസിയേറ്റ് ആണ് ഇത്. നമ്മുടെ അഖിലാണ് ക്യാമറ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളതേ, അതില് നമ്മളില് ഷൈൻ ചേട്ടൻ ചെറിയൊരു റോളില് ചെയ്തില്ലേ? നമ്മളുടെ റോളൊന്നുമല്ല അത്, എന്നാലും ചെറിയൊരു ഇതിലുണ്ടല്ലോ. ചേട്ടന്റെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി
കാലങ്ങളിലെ ഷൂട്ടിംഗ് സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ അങ്ങനെ ഉറങ്ങി പാടും ഇല്ലാതെ കാണാതെ പോകും. അപ്പൊ കണ്ടിന്യൂറ്റി മിസ് ആവാതിരിക്കാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ തൊട്ട് ബാക്കിലായിട്ട് നിർത്തും ആർട്ടിസ്റ്റ്. എ കുത്ത് എം കുത്ത് എം കുത്ത് എ അല്ല, ഇത് അമ്മ. മമ്മൂക്ക അല്ല, സോറി, സുരേഷ് ഏട്ടൻ പറഞ്ഞതല്ലേ? സുരേഷ് ഏട്ടനല്ല പറഞ്ഞ എ കുത്ത് എം. അത് പറഞ്ഞത് പാർവതി തിരുവോത്ത്. അത് തിരുത്തി പറഞ്ഞു സുരേഷ് ഏട്ടൻ. അതാണ് പാർവതി തിരുവോത്ത്. ഇറ്റ്സ് ലൈക്ക് ആ പേരിട്ടവര് അതിനെ ഒരു പേര് വിളിക്കില്ലേ, അതിനെ വേറെ ആള് വന്നിട്ട് വേറെ പേര് വിളിക്കുക അത് പാടില്ല. നമ്മൾ പേരുന്നല്ല തുടങ്ങിയേ, അത് ഒരിക്കലും ശരിയല്ല. ലൈക്ക് നമ്മളെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ പേരിട്ട് വേറെ ആൾക്കാർ വന്നിട്ട് പറയാം അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ആക്ച്വലി അമ്മ എന്ന് പറഞ്ഞ പേരിടുമ്പോ അങ്ങനെ ഒരു ഡോട്ട് ഇല്ലായിരുന്നല്ലേ? ഇല്ല, പിന്നെ എങ്ങനെ ഡോട്ട് വന്നു? ഡോട്ടൊക്കെ പഠിച്ച കാലത്തല്ലേ വന്ന്. ലൈൻ പറ്റാതെ ആവുമ്പോ ഡോട്ട് വരും അല്ലേ? അതായത് കുത്ത് എന്ന് പറയുന്നത് എപ്പോഴും കുത്ത് ഇടിക്കുത്ത് ഇടിക്കുത്ത് ഓരോ സാധനം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ നിർത്തുക മുറിക്കുക എന്നൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ കുത്ത്. അപ്പൊ ഈ കുത്ത് കൊണ്ടുവരുന്നവരെന്താ ഉദ്ദേശിക്കുന്നത്? ആ സംഭവത്തിനെ മുറിക്കുക, ഇടയിലൊരു കുത്തിടുക. ചേർച്ച അങ്ങോട്ട് ഇല്ലാതെയൊക്കെ. അമ്മയില് യൂണിറ്റി ഉണ്ടോ? അമ്മയില് യൂണിറ്റി ഉണ്ടോ? നമ്മുടെ വീട്ടിൽ യൂണിറ്റി ഉണ്ടോ? ഓരോരുത്തരുടെ വീട്ടിലും യൂണിറ്റി എല്ലാ വീട്ടിലും യൂണിറ്റി ഇല്ലാത്ത വീടുകളിലുണ്ടോ? യൂണിറ്റി ഇല്ലാത്ത വീടുകളുണ്ടോ? ഇല്ല. യൂണിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ വീട്. ഒരു വീട്ടിൽ യൂണിറ്റി ഉണ്ടാവുമല്ലോ എന്തായാലും. ഒരു ബഹളം ഒക്കെ ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. അത് ഉണ്ടായാലേ ആ യൂണിറ്റി മുറുകുള്ളൂ. ഇപ്പൊ നമ്മൾ യൂണിറ്റി യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ യൂണിറ്റി ഉണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാൽ വഴക്കുകളുണ്ട്, വഴക്കുകളുണ്ട്. എന്നിട്ടാണ് കൊറോണ സമയത്ത് നമ്മുടെ രോഗികൾ അപ്പുറത്തേക്ക് കടത്തി വിടാതിരുന്നത്. യൂണിറ്റി ഉണ്ടോ? ഓഗസ്റ്റ് 15 തീയതി മാത്രമുള്ള യൂണിറ്റി ആണോ? അങ്ങനെയല്ല. ഇപ്പൊ മറ്റേ വയനാടിന് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടുന്നില്ല, അത് യൂണിറ്റി ഉണ്ടോ? വേറെ സംസ്ഥാനങ്ങൾ കിട്ടുന്നുണ്ട്, യൂണിറ്റി ഉണ്ടോ? ഇതിനെ പറ്റി ഒന്നും ഇവരെന്താ സംസാരിക്കാത്തത്? സോ അമ്മയില് മാത്രം എന്താ ഈ യൂണിറ്റി? ഇനി ചോദിക്കുന്നത്, ഈ സംസാരിക്കുന്നവർ തമ്മിൽ യൂണിറ്റി ഉണ്ടോ? അവര് തമ്മിൽ 4-5 പേര് നമ്മൾ യൂണിറ്റിനെ കുറിച്ച് എല്ലാം സംസാരിക്കാനായിട്ട്. മനസ്സിലായേ? യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന ഇല്ലേ താനും. നമ്മളിതൊക്കെ സിനിമ ഇഷ്ടപ്പെട്ടാണല്ലോ ഇങ്ങോട്ട് വരണേ. ഇവിടെ വന്നിട്ട് പിന്നെ സിനിമയുടെ ഉള്ളിലൊക്കെ മോശമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? നമ്മൾ ഭൂമി ഇഷ്ടപ്പെട്ടാണ് ഭൂമിയിൽ വന്നിട്ട് ഭൂമിയിലുള്ളൊക്കെ മോശമാണെന്ന് പറയുന്നില്ലേ? അതേപോലത്തെ സെയിം സംഭവം തന്നെയാ അല്ലേ? നമ്മൾ കൊച്ചി വരുന്നു, പട്ടണത്തിലേക്ക്. പട്ടണത്തിൽ ഭയങ്കര പൊല്യൂഷനാ, അതാ ഇതാണെന്ന് പറയുന്നത്. പിന്നെ എന്താ പട്ടണത്തിലേക്ക് വരണത്? ഗ്രാമങ്ങളല്ലേ സുന്ദരം, അവിടെ തന്നെ ഇരുന്നാൽ മതിയല്ലേ? എന്തിനാ സിനിമയ്ക്ക് വരണത്? എവിടെ ചെന്നാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ചുറ്റുമുള്ളതും സമൂഹത്തിലുള്ളതും എല്ലായിടത്തും ഉള്ളതുമാണ്. അത് മതത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തിലാണെങ്കിലും ഏത് നമ്മുടെ ആരോഗ്യപരമായ മേഖലയിലാണെങ്കിലും IT-യിലാണെങ്കിലും ഈട്ടിയിലാണെങ്കിലും കുട്ടിയിലാണെങ്കിലും പാടത്താണെങ്കിലും വനപ്പത്താണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാത്തിലും ഉണ്ടാവും ഇല്ലേ? അത് ഉണ്ടാവുമ്പോ അത് മാറ്റല്ലേ വേണ്ട കൂടെ വന്നിട്ട്, അപ്പോഴല്ലേ യൂണിറ്റി ഉണ്ടാവുക. അല്ലാതെ ചേരി തിരിഞ്ഞ് നിന്ന് ചെളി അറിയുമ്പോഴാണോ യൂണിറ്റി ഉണ്ടാവുക? അല്ലല്ലോ. പരിഹരിക്കാൻ നോക്കണം. ഇവിടെ എന്താ പ്രശ്നം? പ്രശ്നത്തെ ആരും കാണുന്നില്ല. പ്രശ്നക്കാരനെയും പ്രശ്നക്കാരിയെയാണ് ചൂണ്ടിക്കാട്ടുന്നതും വിധിക്കുന്നതും വിമർശിക്കുന്നതും. സോ പ്രശ്നം സ്റ്റിൽ ദർ. അതാണായാലും പെണ്ണാണായാലും ഭയങ്കര ലവബിൾ ആണ്. ഞാനല്ലേ? ലവബിൾ ആണ്. പക്ഷെ എനിക്ക് ലവബിൾ അല്ല. അല്ല, എനിക്ക് ആരും ലവബിൾ അല്ല. അത് എന്താണ് ലവബിൾ? സ്നേഹിക്കാൻ പറ്റുന്നതാ? അല്ല, ഒരാളെ ഹ്യൂമൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ. ഒരാളെ ഹ്യൂമൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് ഷൈൻ ചേട്ടൻ ഹ്യൂമൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയല്ല, നമുക്ക് നമ്മളെ വേറൊരാളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ സ്നേഹിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പരിപാടിയല്ല കേട്ടാ.
അന്തിപ്പൊൻവെട്ടം മെല്ലെ താഴുമ്പോ, അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോ, മാനത്തെ മുല്ലത്തറയിലെ മാണിക്യച്ചെപ്പ്, വിണ്ണിൻ മാണിക്യച്ചെപ്പ്. അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോ, മാനത്തെ മുല്ലത്തറയിലെ മാണിക്യച്ചെപ്പ്, വിണ്ണിൻ മാണിക്യച്ചെപ്പ്. ഇത് ഫീമെയിലും മെയിലും ഞാൻ തന്നെയാണ് പാടണ. അവര് പോലും പാടിയിട്ടില്ല ഇങ്ങനെ. ഓഹോ, ഇതെന്തത് ചെറിയ തിരിയിട്ടു കൊളുത്തിയ 1000 വിളക്കുകൾ എരിയുന്നമ്പര നടയിൽ, തിരിയിട്ടു കൊളുത്തിയ 1000 വിളക്കുകൾ എരിയുന്നമ്പര നടയിൽ, തൊഴുതുവലം വെച്ച് തുളസി കതിർ വെച്ച് കളവമണിയുന്നു പൂനിലാവ്, കളവമണിയുന്നു പൂനിലാവ്. കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോ, മാനത്തെ മുല്ലത്തറയിലെ മാണിക്യച്ചെപ്പ്, വിണ്ണിൻ മാണിക്യച്ചെപ്പ്. സുനിൽ വില്യം അടുത്ത റെഡിയാക്കണം. തളിരിട്ട മോഹങ്ങൾ താവക വിരഹത്തിൻ എരിനീരുരുകി, തളിരിട്ട മോഹങ്ങൾ താവക വിരഹത്തിൻ എരിനീരുരുകി, കരളിലെ സ്വപ്നത്തിൻ ചെറുമും തുണിനീത്ത് ഇയാളെ ഞാൻ കൊണ്ടുപോകാം, കരിമിഴിയാളെ ഞാൻ കൊണ്ടുപോകാം. മാനത്തെ ഉന്നത്തറയിലെ മാണിക്യച്ചെപ്പ്, വിണ്ണിൻ മാണിക്യച്ചെപ്പ്. നമ്മളങ്ങനെ ഒരാളെ സ്നേഹിക്കും. അച്ഛനമ്മയോട് നമുക്ക് സ്നേഹം ഉണ്ടാവും ഇല്ലേ? പിന്നെ അതിന് അച്ഛനമ്മയോട് കുറച്ചു കാലം സ്വത്തിന്റെ പേര് തുറക്കണ്ടാവണം. സ്വത്ത് അതിനോട് വലുതാണോ സ്നേഹത്തിനേക്കാളും? ഇനിയിപ്പോ നമ്മൾ സുഹൃത്തുക്കൾ തമ്മില് സ്വത്തുപരമായിട്ട് കാശുപരമായിട്ട് തർക്കങ്ങൾ വരുന്നില്ലേ? അപ്പൊ സ്നേഹമല്ലേ? അപ്പൊ സ്നേഹമാണോ സ്വത്താണോ വലുത്?